ഘർ വാപ്പസി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഹൈന്ദവ സംഘടനകൾ സജീവമാക്കുകയാണ്. ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളുടെ നീക്കം. ഹൈന്ദവ സംഘടനകൾ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരുന്നില്ലെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറയുന്നു. ഇത് വിശ്വഹിന്ദു പരിഷത്ത് ഉണ്ടായത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സനാതനധർമ്മം വിട്ടുപോയ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സനാതനധർമ്മത്തിൽ നിന്ന് മാറിപ്പോയ ആൾക്കാർക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് സർവ്വവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് വിശ്വഹിന്ദു പരിഷത്തിന്റെ രൂപീകരണത്തിലെ ഒരു ഉദ്ദേശം തന്നെയാണ്. അത് ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല, എത്രയോ കാലമായി നടക്കുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദിവസവും ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ചടങ്ങുകൾ വിശ്വഹിന്ദു പരിഷത്തിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അത് സ്വമനസാലെ ആൾക്കാർ എത്തിച്ചേരുന്നു, അവരോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. അതിനുശേഷം സർക്കാരിന്റെ ഗസറ്റിലേക്ക് പരസ്യം ചെയ്യാനും ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്രകാരമൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ശേഷം അവർ പൂർണ്ണ മനസ്സോടുകൂടി അവര് ഇട്ടിട്ട് പോയ ആ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഘർ വാപ്പസി എന്ന് പറയുന്ന നടപടി ചെയ്യുന്നുണ്ട്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് തെറ്റല്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RB ബാബുവും പറയും. ഒരു മൂലധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നവര്, മൂലമതത്തിൽ വിശ്വസിച്ചിരുന്നവരെ അവരെ പല കാരണങ്ങളെ കൊണ്ട് മതം മാറ്റി കൊണ്ടുപോയി. അവരെ പ്രലോഭിപ്പിച്ചാവാം, അല്ലെങ്കിൽ കാശ് കൊടുത്താവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലാവാം. അവരെ മതം മാറ്റി കൊണ്ടുപോയി. അവര് തിരികെ മൂലധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലാതെ ജനിച്ച ആള് ക്രിസ്ത്യാനിയായിരുന്നു, ആ ജനിച്ച ആളെ ക്രിസ്ത്യാനിയായിട്ടിരുന്ന ആളെ മതം മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. അങ്ങനെയല്ല. ഇത് ജനിച്ചത് ഹിന്ദുക്കളായിട്ടാണ്. അവര് പല കാരണങ്ങളെ കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയി. അവര് മൂലധർമ്മത്തിൽ ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കളായിരുന്നവർ മുസ്ലിങ്ങളായി പോയി, ക്രിസ്ത്യാനികളായി പോയി. അവരെ തിരികെ കൊണ്ടുവരുന്നു. അതും ഇത് രണ്ടും രണ്ടല്ലേ? രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഘർ വാപ്പസി എന്ന വാക്ക് വീണ്ടും കേരളത്തിൽ ഉയരുന്നത്. അതിന് ഇപ്പോഴൊരു പശ്ചാത്തലം ഉയരുന്നത് ഇപ്പോൾ ഉയരുന്ന ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അടക്കമുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ടു കൂടിയാണ്. ഇത് എപ്പോൾ എവിടെയാണ് നടന്നത്? എന്താണ് ഇക്കാര്യത്തിൽ സംഘപരിവാർ സംഘടനകൾ നൽകുന്ന വിശദീകരണം? സൈത്ത് പറഞ്ഞതുപോലെ 2014 ഈ ഘർ വാപ്പസിയുമായി ബന്ധപ്പെട്ട് കേരളം ഒരുപാട് ചർച്ച ചെയ്താണ്. അന്ന് ഹരിപ്പാട്, കൊല്ലം ജില്ലയിലെ അഞ്ചൽ, ഒപ്പം ഇടുക്കിയിലെ മലയോര മേഖലകൾ എന്നിവിടങ്ങളിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക്, പ്രത്യേകിച്ചും ദളിത് വിഭാഗങ്ങളിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യപ്പെട്ട നിരവധി ആളുകളെ തിരികെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതനുസരിച്ച് കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനൊപ്പം പാർലമെന്റിലും ഈ വിഷയം AK ആന്റണിയൊക്കെയാണ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും മറ്റും ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് 10 വർഷത്തോളം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളൊന്നും നമ്മൾ കേട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ അത് ക്രിസ്ത്യൻ ചേരമർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ 4 പേരെ, ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും അടക്കമുള്ള 4 പേരെ ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് കോട്ടയത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ഥിരമായി ഞങ്ങൾ ഇത്തരത്തിലുള്ള ഘർ വാപ്പസ് നടത്തുന്നുണ്ട് എന്ന് ഹിന്ദു സംഘടനകൾ അവകാശപ്പെട്ടാലും ഈ ഛത്തീസ്ഗഡ് സംഭവത്തിന്റെയും മറ്റു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഹിന്ദു സംഘടനകൾ കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 200-ൽ പരം ക്ഷേത്രങ്ങൾ ഈ വിശ്വഹിന്ദു പരിഷത്തിന് കേരളത്തിൽ ഉടനീളമുണ്ട്. ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സമ്മതമുള്ളവരെ, കൂടുതൽ ആളുകളെ തിരികെ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഘർ വാപ്പസി വിവാദം വീണ്ടും ഉയരുകയാണ് സംസ്ഥാനത്ത്.